ഹലോ വെൽക്കം ടു ഡേ 74 ഓഫ് 75 ഡേയ്സ് ഓഫ് ഹാർട്ട് ചാലഞ്ച്. ഇന്ന് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പാർട്ട്മെന്റ് അതിന്റെ ഡെക്കറേഷൻസും അതിന്റെ പരിപാടികൾക്കുള്ള ഒരുക്കങ്ങളാണ്. സോ ഇന്ന് നമ്മൾ ഹോളിഡേ ഉണ്ട് പയ്യാണ് എണീറ്റ് വന്നത്. എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ചപ്പാത്തി മുട്ടക്കറിയും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു ചായയും കുടിച്ചിട്ട് എനിക്ക് കുറച്ചൊരു ബ്രാൻഡ് ക്യാമ്പയിന്റെ ഒരു സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്ത് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് ഞാൻ 10:30 വർക്ക്ഔട്ട് ബാച്ചിനാണ് ഇന്ന് കയറിയത് കേട്ടോ. അപ്പോൾ ഈ ആഴ്ച നമുക്ക് 2 ലെഗ് ഡേ ഉള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ മൺഡേ നമുക്ക് ലെഗ് ഡേ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വീക്ക്. ആൻഡ് ഈ ആഴ്ചത്തെ ഫസ്റ്റ് ലെഗ് ഡേയിൽ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഗ്ലൂട്ട്സിനും ഹാംസ്ട്രിങ്സിനും ഒക്കെയാണ്. മറ്റേത് റെഗുലർ ലെഗ് ഡേ ആയിരിക്കും. ഇതിൻ്റെയൊക്കെ പേര് ഞാൻ എപ്പോഴും പല വീഡിയോസിലും പറയാറുണ്ട്. പ്രീവിയസ് ആയിട്ടുള്ള ലെഗ് ഡേ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേര് കിട്ടും. ഞാൻ പറയാറുള്ള മാതിരി എനിക്ക് പൊതുവെ ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ലെഗ് ഡേ. സോ ആഴ്ചയിൽ 2 ലെഗ് ഡേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉള്ള സംഭവമാണ്. പിന്നെ നമുക്ക് ഈ ആഴ്ച തൊട്ട് ആപ്സ് ചാലഞ്ച് ഉണ്ട്. എല്ലാ ദിവസവും ഒരു 10 minutes 15 minutes നമുക്ക് ആപ്സ് വർക്ക്ഔട്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് ലെഗ് റേസും ക്രഞ്ചസും ബൈസൈക്കിൾ ക്രഞ്ചസും ആണ് നമ്മളുടെ ഇന്നത്തെ ആപ്സ് ചാലഞ്ചിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇന്ന് 74ാമത്തെ ദിവസമായെന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ള സംഭവമാണ്. വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ. ഇന്ന് 74ാമത്തെ ദിവസം എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള സംഭവമാണ്. പ്രത്യേക തരം ഒരു ഫീലിംഗ് ആണ്. ഇനി നമുക്ക് ഒരു ദിവസം കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് മൊത്തം നിർത്തുമോ എന്ന് ചോദിക്കുന്നവരോട് ഇല്ല, ഇതെൻ്റെ ലൈഫിൻ്റെ ഭാഗമാക്കാനും ഒരു റുട്ടീൻ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ഞാൻ ഫോഴ്സ് ചെയ്ത് ഇത്രയും ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ചാലഞ്ച് തന്നെ ഞാൻ ചെയ്തത്. ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ ശരീരം അനക്കാറില്ല എന്നുള്ളതാണ് അതിനേക്കാളും വലിയ സത്യം. സോ വാക്കിംഗ് ഹാവ് ഡൺ എ ലോട്ട് ടു മൈ ബോഡി എന്നുള്ള റിയലൈസേഷൻ ആണ് എനിക്ക് ഉണ്ടായിരുന്നത്. തന്നെ വാക്കിങ്ങും ക്ലീൻ ഈറ്റിംഗ് ഒക്കെ എൻ്റെ ലൈഫിന്റെ ഭാഗമാകുക തന്നെ ചെയ്യും. സോ ഞാൻ വൈകുന്നേരം ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാനും കിരണും കൂടി വേഗം തന്നെ സ്റ്റുഡിയോയിലേക്ക് പോയി. ബിക്കോസ് ഇന്ന് നമുക്ക് ബർത്ത്ഡേ ഷൂട്ടാണ്. ഇതാണ് ഞാനും കിരണും കൂടിയാണ് ഒരു കിടിലൻ തീമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഐ റിയലി കാൻ വെയിറ്റ് ടു ഷെയർ ദ ഫോട്ടോസ് വിത്ത് യു. ഷൂട്ട് ഒത്തിരി ഡിലേ ആയതുകൊണ്ട് എനിക്ക് വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി കഴിക്കാനുള്ള സാവകാശം ഇല്ല. ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഒരു ദോശ കഴിച്ചിട്ട് തിരിച്ചു വന്നു. പിന്നെ ഞാൻ എൻ്റെ സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ വന്നിട്ട് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ചെയ്തു. അങ്ങനെ ഐ കംപ്ലീറ്റഡ് മൈ 74th ഡേ ആൻഡ് ദിസ് ഇസ് മൈ പ്രോഗ്രസ് വീഡിയോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ടേക്ക് കെയർ.